പ്രവീണും ഇങ്ങനെ പ്രേമിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിനിടയിൽ അവന്റെ അമ്മയുടെ ചേട്ടനോ പരിപാടിയുടെ തലേ ദിവസം നാളെ വീട്ടിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, വരണമെന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ അയച്ചിരുന്നു. അവന്റെ അച്ഛനും അങ്ങോട്ട് പോകാൻ തീരെ താല്പര്യമില്ല. എന്നാലും ഭാര്യയുടെ സന്തോഷത്തിന് കൂടെ പോയി. ഇവരും ചെറിയ അപ്പാർട്ട്മെന്റിലും ഇയാൾക്ക് ഒരു ബേക്കറി കടയുമാണ്. അമ്മയുടെ വീട്ടുകാരൊക്കെ ഭയങ്കര ഫിൽത്തി റിച്ച് ആണ്. ഓഫ് കോഴ്സ് അവിടെ എത്തിയതും ചേട്ടന്റെ ഭാര്യയെ കണ്ടു. സന്തോഷത്തോടെ അടുത്തേക്ക് വന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ വേറെ ആരോ വന്നതും അവരെ തട്ടി മാറ്റി മറ്റവരെ ആനയിക്കാൻ പോയി. വീട് നോക്കിയാൽ ഭയങ്കര വലുപ്പമാണ്. ചേട്ടനും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ സുഖമല്ലേ, പിള്ളേരൊക്കെ എവിടെയെന്ന് ചോദിച്ചതും നീ വേണമെങ്കിൽ ഫോട്ടോക്ക് നിൽക്ക് എന്ന് പറഞ്ഞു. അതിനിടയിൽ ആരോ വന്നതും അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അപമാനിക്കാതെ അപമാനിച്ചു വിട്ടു. ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. നല്ല വിഷമത്തിൽ വീട്ടിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടതും നീ എന്തിനാ കരയുന്നത്, അവരൊക്കെ ക്യാഷ് ഉള്ളവരാ, നമ്മളെ വേറെ ഒരാളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വരെ മടിയായിരിക്കും. നീ സന്തോഷമല്ലേ എന്റെ കൂടെ എന്ന് ചോദിച്ചു. കാരണം പ്രവീണിന്റെ അമ്മ സുരാജേട്ടന്റെ കൂടെ അത്രയും സ്വത്തെല്ലാം വിട്ട് കൂടെ ഇറങ്ങി വന്നതായിരുന്നു. നീ എന്നെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ ബംഗ്ലാവിൽ ജീവിച്ചേനെ, എന്റെ കൂടെ വന്ന് കഷ്ടപ്പെടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആൾക്ക് നല്ല സങ്കടമുണ്ട്. എന്നാൽ അവരുടെ മകൻ പ്രവീണും പ്രേമിച്ചുകൊണ്ട് നടക്കാണ്. അവൻ ലവ് ചെയ്യുന്ന പ്രേക്ഷികയെ വൺ സൈഡായി ഒരു കോളേജ് പയ്യൻ പ്രേമിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ശോഭയോട് ഈ കാര്യം പറയാൻ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അവൾക്കും ആ കോളേജ് പയ്യന്റെ ഫ്രണ്ടിനോട് പ്രേമമുണ്ടായിരുന്നു. പക്ഷെ പ്രേക്ഷികയോട് അവനുമായിട്ടുള്ള ലവ് സെറ്റായാലേ ഇവരുടെ എന്തെങ്കിലും നടക്കൂ എന്ന് കണ്ടീഷൻ ഉണ്ട്. പക്ഷെ പ്രേക്ഷികക്കും പ്രവീണിനോടാണല്ലോ ലവ്, അതെങ്ങനെങ്കിലും കലക്കണം എന്ന് തീരുമാനിച്ചു. എന്നാൽ അടുത്ത ദിവസം തന്നെ അവൾ എന്റെ മുത്തശ്ശിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഒരാഴ്ച നാട്ടിലേക്ക് പോയി. ഫേസ്ബുക്കിലൂടെ മാത്രമേ ചാറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവളോട് ചാറ്റ് ചെയ്യാൻ വേണ്ടി FB എടുത്തു നോക്കിയതും അവരുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന സോനൽ എന്ന പേരുള്ള പെണ്ണും ഇവൻക്ക് മെസ്സേജ് അയച്ചു. ചേട്ടാ സൂപ്പറാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചിരുന്നു. പക്ഷെ ഫ്രണ്ട്സും ഇത് ഫേക്ക് ഐഡിയ ആണ്, വല്ല പയ്യന്മാരുമായിരിക്കും എന്ന് പറഞ്ഞു. ശരിക്കും പെണ്ണാണോ എന്ന് ചെക്ക് ചെയ്യാൻ അടുത്ത ദിവസം അവളുടെ അടുത്ത് ക്യാൻറ്റീനിലേക്ക് വരാൻ പറഞ്ഞു.